ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെക്ക് യുവർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ്. ഇന്ന് ഞാൻ വീണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് അടിപൊളി ചെടികളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുറേ നാളുകളായിട്ട് നമ്മൾ കൂടുതലും ബോഗൺവില്ല പ്ലാന്റ്സ് തന്നെയാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ പരിഭവിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ ബോഗൺവില്ല മാത്രമേ ഉള്ളൂ, വേറെ പ്ലാന്റ്സ് എന്താ ഒന്നും കൊണ്ടുവരാത്തതെന്ന്. ആ ഒരു പരിഭവം ഇന്ന് കുറച്ചൊന്ന് തീർക്കുകയാണേ. ഇനി ബോഗൺവില്ലയുടെ വെറൈറ്റീസ് വാങ്ങണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ തരുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ എൻ്റർ ആകുമ്പം എൻ്റെ കാറ്റലോഗ് ഓട്ടോമാറ്റിക് വരും. ആ കാറ്റലോഗിലുണ്ട് ബോഗൺവില്ലയുടെ ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട കുറേയേറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതിൽ നോക്കി നിങ്ങൾക്ക് ഓർഡർ തരാം. ഇനി ഞാൻ പ്ലാൻസ് അയക്കുന്നത് DTDC വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ ആണ്. ഇനി പെറ്റ് സർവീസിൻ്റെ വണ്ടി വഴി നമുക്ക് പോട്ടോട് കൂടി അയക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പേയ്മെൻറ്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് കേട്ടോ. അപ്പം ഞാൻ വേഗം ഇന്നത്തെ സെയിലിനുള്ള ചെടികൾ കാണിക്കുകയാണേ. ആദ്യത്തെ ചെടി കണ്ടോ, ഒരു അടിപൊളി ചെടിയാണ്, സ്ലീപ്പിംഗ് ഡ്യൂറാന്ത. ഇത് നമ്മൾ അങ്ങനെ അധികം ഒന്നും കാണാത്തൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇല കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പരന്നു പോവും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ ചെടീനെ പടർത്തിക്കൊണ്ടുപോകും. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ ഈ മാൽപീജിയൊക്കെ വളർത്തുന്ന പോലെ തന്നെ ഇഷ്ടംപോലെ ഷേപ്പിൽ ഈ ചെടീനെ നമുക്ക് വളർത്തി ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചുമ്മാ ഒരു ചട്ടിയിൽ നട്ട് ട്രിം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ വട്ടത്തിൽ കിടക്കുക. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു കമ്പി വെച്ചിട്ട് അതുമേക്കൂടെ ഇങ്ങനെ ചിറ്റി വെച്ചേക്കുക. അത് ആ കമ്പി എവിടേക്കൊക്കെ നിൽക്കണോ ആ ഒരു ഷേപ്പിൽ ഇത് വട്ടത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് 5-10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ചെടിയെന്ന് പറയുന്നുണ്ട്. പ്രായമായി തുടങ്ങി. അതുമാത്രമല്ല, ഇത് മദർ പ്ലാന്റ് ആണ്. എപ്പോഴും അതിൽ നിന്ന് കമ്പുകൾ വെട്ടി അത്ര ഷേപ്പിലല്ല നിൽക്കണേ. സ്ലീപ്പിംഗ് ഡ്യൂറാന്ത നമ്മൾ കൊടുക്കുന്നത് 100 റുപ്പീസിനാണ്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് കാണാം. നല്ലൊരു ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്. യെല്ലോ, അതായത് ഒരു മാമ്പഴ മഞ്ഞ എന്ന് പറയാം. ആ ഒരു മഞ്ഞയുടെ നടുക്ക് റെഡ് ആണോ ബ്രൗൺ ആണോ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ഇത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസാണ് കേട്ടോ. നെക്സ്റ്റ് കലാഞ്ചിയ പ്ലാന്റ്സ് ആണ്. കലാഞ്ചിയുടെ ഒരു 3-4 കളർ വെറൈറ്റീസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ കലാഞ്ചിയുടെ. അതുമാത്രമല്ല നല്ല കളർഫുൾ പൂക്കളാണ്, നമുക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. വെള്ളം ഒഴിക്കുന്നത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. ഇതിൽ മെയിനായിട്ട് നമുക്ക് പിങ്ക്, യെല്ലോ, റെഡ്, ഓറഞ്ച് ആ കളേഴ്സൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ. അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സ് ആണ്, നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും എളുപ്പമാണ്. കലാഞ്ചിയ ഒത്തിരി പേര് ആവശ്യപ്പെടാറുള്ള ഒരു പ്ലാന്റാണ്. ഈ സമ്മർ സീസണിൽ ഇത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒത്തിരി ഈർപ്പം നിന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അധികം ഉണ്ടാവില്ല. ഇതൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 110 രൂപയാണേ. ഇനി നമ്മുടെ സ്വന്തം ബ്ലീഡിങ് ഹാർട്ട്, നല്ല റെഡും പിങ്കും കലർന്ന അടിപൊളി പൂക്കളാണ് ഇതിൻ്റെ. ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടാവും. ക്രീപ്പറായിട്ട് വളർത്താം, അല്ലാതെ കുറ്റിയായിട്ട് ചട്ടിയിൽ നട്ടും വളർത്താം കേട്ടോ. ഇച്ചിരി നല്ല വെയിലുള്ളിടത്ത് നട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണ് നന്നായിട്ട് പൂക്കളുണ്ടാവുക, പൂക്കൾക്ക് നല്ല കളറും ഉണ്ടാവുക. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ചില സമയത്താണെങ്കിൽ ഇതുപോലെ ബുഷി പ്ലാന്റ്സ് കിട്ടുക. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസാണ് കേട്ടോ. ബ്ലീഡിങ് ഹാർട്ട് കഴിഞ്ഞിട്ട് നമുക്കുള്ള അടുത്ത പ്ലാന്റ് ചൈനീസ് ചെമ്പരത്തിയാണ്. ഈ ചൈനീസ് ചെമ്പരത്തിയുടെ പല കളേഴ്സ് നമ്മൾ കാണാറുണ്ടല്ലേ. നല്ല വലിപ്പമുള്ള പൂക്കളാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതും നിറയെ മൊട്ടുകളും പൂകളൊക്കെ ഉണ്ടാവും ഈ ചെടിയിൽ. തറയെ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി പൂവുണ്ടാവും. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണേ. ഇനി ഞാനൊരു വെറൈറ്റി സംഭവം കാണിച്ചു തരണോ. ജെട്രോഫയുടെ വെരിഗേറ്റഡ് ടൈപ്പാണിത്. ജെട്രോഫയുടെ നോർമൽ ടൈപ്പ് നമുക്കറിയാമല്ലോ. ഇതിൻ്റെ വെരിഗേഷൻ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഒരു നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോൾ. ജെട്രോഫയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പൂവുണ്ടാവണ ചെടിയാണ്, വർഷം മുഴുവൻ പൂവുണ്ടാവും. ഈ ചെടി ഇപ്പം പൂവും ഇലയും ഒരുപോലെ ഭംഗി തന്നെയാണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 220 ആണേ. നാടൻ ജെട്രോഫ നമുക്കൊരു 100 രൂപയ്ക്കുള്ളിൽ കിട്ടുന്നതാണ്. ഇത് വെറൈറ്റി പ്ലാന്റ് ആകുമ്പം വിലയും കുറച്ച് വെറൈറ്റി ആയിരിക്കും. അതാ ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയായത്. സിമ്പിൾ പ്ലാന്റാണ്, പക്ഷെ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു ലുക്കുമാണ്. ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ്. ഇനി മയിൽ പീലി വിടർത്തി നിൽക്കണ പോലെ നമുക്ക് കണ്ടാൽ തോന്നുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണിത്. ഇല കണ്ടാലേ നല്ല ഭംഗിയാണ്. സിഫിഡിയം എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് വരുന്നതിന്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇതിൽ വൈറ്റ് കളറിൽ ഇങ്ങനെ ഓർക്കിഡിൻ്റെ പൂ നിൽക്കണ പോലെ ഇങ്ങനെ കൊലയായിട്ട് പൂക്കൾ വരും. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 100 റുപ്പീസാണ്. റോസ്മേരി പ്ലാന്റ് ആവശ്യപ്പെട്ടിട്ടുള്ളവർക്കും അതുപോലെ ഇനിയും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളി പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾക്ക് ശരിക്കും നമ്മുടെ മനം മയക്കുന്ന രീതിയിലുള്ള സുഗന്ധമാണ് ഉള്ളത്. പക്ഷേ എല്ലാവരും സുഗന്ധത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, തലമുടി വളരാനുള്ള ഒരു മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് വളർത്തുന്നത്. കഴിഞ്ഞ ദിവസം ശരിക്കും തമാശയുള്ളൊരു കാര്യം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ എൻ്റെ അടുത്ത് 5 റോസ്മേരി പ്ലാന്റ് ഓർഡർ ചെയ്തേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു 5 ആൾക്ക് വേണ്ടിയിട്ടാണോ. ചിലവരിങ്ങനെ കൂട്ടമായിട്ട് പ്ലാന്റ് ഓർഡർ ചെയ്യാറുണ്ട് ഒരുമിച്ച്. അപ്പോൾ അങ്ങനെ എങ്ങാനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ആളുടെ മറുപടി കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. കഴിച്ച് എന്താ മറുപടി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 5 എണ്ണം വാങ്ങി ഒരുമിച്ച് നട്ടിട്ട് അതിലേതെങ്കിലും ഒരെണ്ണം പിടിച്ച് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓരോന്ന് വാങ്ങി 1-2 പ്രാവശ്യം നട്ടിട്ടും പിടിച്ച് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇത് ലാസ്റ്റ് അറ്റംപ്റ്റാന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. കുറേയേറെ പേര് നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
നടുമ്പോൾ ഒത്തിരി ശ്രദ്ധ കൂടുതൽ വേണ്ട ചെടിയാണ് കേട്ടോ റോസ്മേരി. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണേ. സെയിൽ ലിസ്റ്റിലെ അടുത്ത പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജെയ്ഡ് പ്ലാന്റ് ആണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 70 റുപ്പീസാണ്. നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു അടിപൊളി ലീഫി പ്ലാന്റാണത്. നമുക്കിങ്ങനെ ഒരു ബോൺസായി ലുക്കിൽ ഇതിനെ വളർത്തിയെടുക്കാനും പറ്റും. അപ്പോൾ ആവശ്യക്കാർ വേഗം വാങ്ങുക കേട്ടോ. അടുത്ത നമ്മുടെ സുന്ദരി ചെടി, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ സുന്ദരിപ്പൂ എന്ന് വിളിക്കുക. കിങ്ങിണി ചെടി, കൊങ്ങിണി ചെടി എന്നൊക്കെ ഇഷ്ടംപോലെ പേരുകളുണ്ട് ഈ ചെടിക്ക്. ഇംഗ്ലീഷിൽ ലെൻഡാന എന്ന് പറയുന്ന ഈ ഒരു ചെടിയുടെ മഞ്ഞ കളറിൽ പൂക്കളുണ്ടാകുന്ന ചെടിക്ക് 60 രൂപയും അതുപോലെ തന്നെ ഇതുപോലെ റെഡ് പൂക്കളുണ്ടാകുന്ന ചെടിക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ബൊഗെയിൻവില്ലയുടെ ഒരു ചെടി പോലും ഇട്ടില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. കെലീസയുടെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഇവിടെ സ്റ്റോക്കിലുണ്ട്. ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ഏറ്റവും അവസാനമാണ് കിട്ടിയത്. എൻ്റെ ലാസ്റ്റ് സെയിൽ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർ പ്ലാന്റാണ്. അതിൻ്റെ പൂക്കൾ കണ്ടോ, വൈറ്റിലൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന പൂക്കളാണ്. ഇലയ്ക്കൊരു തത്തപ്പച്ച കളർ വരും. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം വേഗം ഓർഡർ ചെയ്ത് ഈ ഒരു സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം കിട്ടാനേ സാധ്യതയുള്ളൂ. നമ്മുടെ സോങ് ഓഫ് ഇന്ത്യയുടെ ഡിസൈൻ വരുന്ന പോലെ ഡിസൈനുള്ളൊരു വെറൈറ്റി ബാംബു പ്ലാന്റാണിത്. സോങ് ഓഫ് ഇന്ത്യയിലൊരു ക്രീമി ഷെയ്ഡാണ്. ഇതിൽ കരിഞ്ഞ പച്ചയും ഇളം പച്ചയും ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു വെറൈറ്റി ഞാൻ സെയിൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണേ. സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി മിനിയേച്ചർ ടൈപ്പാണ്. ഇത് വെറും 50 രൂപയ്ക്ക് ഈ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ സെയിൽ ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ നട്ടുപിടിപ്പിക്കാവുന്ന ചെടിയാണ്. അന്നും ഇന്നും എന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ഫയർ ക്രാക്കർ. എന്ത് ഭംഗിയായിട്ട് അതിൻ്റെ പൂക്കൾ നിൽക്കണേ അല്ലേ. നമുക്ക് പല രീതിയിൽ ചെടീനെ വളർത്താൻ പറ്റും. അതായത് ഒരു സ്റ്റിക്ക് കുത്തി കൊടുത്ത് അതിലിങ്ങനെ കുറ്റിച്ചെടി പോലെ വളർത്താം, പിന്നെ ഹാങ്ങിങ് പോട്ടിലിട്ട് വളർത്താം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഫയർ ക്രാക്കറിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള ചെടി 90 റുപ്പീസിന് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് വാങ്ങിയാൽ ഒരിക്കലും നഷ്ടമില്ല, കാരണം 365 ദിവസം പൂവുണ്ടാവുന്ന ചെടിയാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നിക്കോഡിയ പ്ലാന്റിൻ്റെ ഹൈബ്രിഡാണ് കേട്ടോ. ഇത് നാടൻ ടൈപ്പിനേക്കാളും പൂക്കൾ കൂടുതലുണ്ടാവുന്ന ചെടിയായത്. പിന്നെന്ന് പറയുന്നത് ഒത്തിരി വലുതായി പൊന്തി പോകത്തില്ല, ചട്ടിക്കകത്ത് ഒതുങ്ങി നിന്ന് പൂവുണ്ടാവും. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. നിക്കോഡിയയുടെ പൂ നിങ്ങൾക്കറിയാലോ, നല്ല പർപ്പിൾ കളർ പൂക്കൾ നിറഞ്ഞുണ്ടാവും. വെയിലത്ത് വെക്കണം കേട്ടോ. നല്ല അഴകുള്ള ഒരു ഇലച്ചെടി പെപ്പറോമിയ അല്ലേ. അതിൻ്റെ ഇലകൾ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്ക്. ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പം കുറച്ച് അവൈലബിൾ ഉണ്ട്. ഒരു പ്ലാന്റിന് വെറും 30 രൂപ ഉണ്ട്. അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോ. അതുപോലെ തന്നെ കുറ്റിമുല്ലയുണ്ട്. കുറ്റിമുല്ലയൊക്കെ നല്ല സുഗന്ധമുള്ള പൂവാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തോ സുഗന്ധമുള്ള പൂക്കളുള്ള ചെടികളോട് ആളുകൾക്ക് ഇപ്പം ഒരു പ്രത്യേക ഇഷ്ടം കൂടിയിട്ടുണ്ട്. എനിക്കത് ഓർഡേഴ്സ് വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കുറ്റിമുല്ലയ്ക്ക് 50 രൂപയാണേ. ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ ലാസ്റ്റ് പ്ലാന്റ് ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിലിപ്പോൾ പൂവൊന്നും ഇല്ല, പൂ കൊഴിഞ്ഞു പോയതിൻ്റെ ഞെട്ട് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമല്ല, വാട്ടർ ജാസ്മിൻ. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. വളർന്ന് ആൾ തളർന്നു പോയി, വീണ് കിടക്കുന്നത് കണ്ടോ. വാട്ടർ ജാസ്മിൻ ഒരു വെറൈറ്റി പ്ലാന്റാണ്. ഇപ്പോൾ നമുക്ക് അധികം ഒന്നും കിട്ടാനില്ലാത്തൊരു പ്ലാന്റാണിത്. ഇത് ഒരു പ്ലാന്റിൻ്റെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആയതുകൊണ്ട് കേട്ടോ 150 റുപ്പീസാണ് റേറ്റ് വരുന്നത്. വാട്ടർ ജാസ്മിൻ്റെ പൂ അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സെയിലിനുള്ള എല്ലാ പ്ലാന്റ്സും ഞാൻ കാണിച്ചു. ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെടികൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.